ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. സ്വദേശത്ത് അവഗണിക്കപ്പെടുന്ന പ്രവാചകന്മാരെക്കുറിച്ച് യേശുനാഥൻ ഇന്ന് ഒരു സിനഗോഗിൽ പഠിപ്പിക്കുകയാണ്. നസ്രത്തിലാണ് അവിടുന്ന്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടം യേശുനാഥനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കാരണം ഇസ്രായേൽക്കാരുടെ വലിയൊരു അബദ്ധധാരണയുടെ മുനയൊടിക്കുകയാണ് യേശുനാഥൻ ഇന്ന്. കാരണം ഇസ്രായേൽക്കാർ വിചാരിച്ചിരുന്നത് അവർ മാത്രമാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനം, അവർ മാത്രമാണ് രക്ഷിക്കപ്പെടുക, ദൈവം അവരുടെ രാജാവാണ്, ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും അവരെ മാത്രം സംരക്ഷിക്കുകയും ചെയ്യുന്നവനാണ്, അവരെ മാത്രം അനുഗ്രഹിക്കുന്ന ഒരാളാണ് എന്നൊക്കെയുള്ള ചിന്തകളുണ്ടായിരുന്നു. മാത്രമല്ല, ഞങ്ങൾ അബ്രഹാത്തിൻ്റെ മക്കളാണ്, ഞങ്ങൾ മോശയുടെ പിന്മുറക്കാരാണ് എന്നിങ്ങനെയുള്ള ഒരു അബദ്ധ ചിന്തകളും ധാരണകളും അവർ പുലർത്തിയിരുന്നു. മാത്രമല്ല, ഇത് അവരുടെ അഹങ്കാരത്തിൻ്റെ ഒരു ഫലം കൂടെയായിരുന്നു. വളരെയധികം അഹങ്കാരം ഉള്ളിലുണ്ടായിരുന്ന മനുഷ്യരാണ്. അപ്പം ഈ അഹങ്കാരത്തിൻ്റെയൊക്കെ മുനയൊടിക്കുകയാണ് യേശുനാഥൻ പറയുന്നുണ്ട്. അതും പഴയ നിയമത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ അത് യേശുനാഥൻ എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് ഈ ഒരു ചിന്തയുടെ മുനയൊടിക്കുന്നത്. കാരണം യേശുനാഥൻ പറയുന്നത് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. ദൈവം ഇസ്രായേൽക്കാരുടെ മാത്രം ദൈവമൊന്നുമല്ല, എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. അതിൻ്റെ ഉദാഹരണമായിട്ട് ഇസ്രായേൽക്കാരല്ലാത്ത വിജാതിരായ മനുഷ്യരെ ദൈവം അനുഗ്രഹിച്ചതിനെ കുറിച്ച് പറയാം. മാത്രമല്ല, അവരെ മാത്രം അനുഗ്രഹിച്ചതിനെ കുറിച്ച് യേശുനാഥൻ എടുത്തു പറയുകയാണ്. നാമാൻ ഒരു കുഷ്ഠരോഗിയായിരുന്നു. അനേകം കുഷ്ഠരോഗികൾ ഇസ്രായേലിൽ ഉണ്ടായിരുന്നിട്ടും നാമാനാണ് സൗഖ്യപ്പെട്ടത്. മാത്രമല്ല, സറപ്തായിലെ വിധവയെക്കുറിച്ചും പറയുന്നുണ്ട്. വലിയ കഠിനക്ഷാമത്തിലാണ് ഇസ്രായേൽ ജനം മുഴുവനും. പക്ഷേ ആ കഠിനക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് വിജാതിയായ ഈ സറപ്തായിലെ വിധവയാണ്. അപ്പോൾ യേശുനാഥൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടെന്നും ദൈവം എല്ലാവരുടേതാണെന്നുള്ള ബോധ്യം ഇവർക്ക് കൊടുക്കണം. പക്ഷേ അത് സ്വീകരിക്കാനുള്ള മനസ്സവർക്കില്ലായിരുന്നു. അവർ ഈശോയെ കൊല്ലാൻ നോക്കുന്നുണ്ട്. എന്താണ് ഈ തപസ്സുകാലത്ത് ഈ സുവിശേഷ വചനം നമ്മളോട് സംസാരിക്കുന്നത്? നമ്മളും ഇതുപോലെ അഹങ്കാരത്തിൻ്റെ തലക്കനങ്ങൾ മനസ്സിൽ വെച്ച് പേറുന്ന ചില മനുഷ്യരായിരിക്കാം. ഒരു പക്ഷേ അത് എന്തിൻ്റെ പേരിലും ആയിരിക്കാം. എൻ്റെ ജാതിയുടെയോ മതത്തിൻ്റെയോ എൻ്റെ നിറത്തിൻ്റെയോ അല്ലെ സമ്പത്തിൻ്റെയോ എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെയോ ഇപ്പം ഇങ്ങനെയുള്ള അഹങ്കാരത്തിൻ്റെ തലക്കനമുള്ള മനുഷ്യരുടെ ഈ അഹങ്കാരത്തെ നമ്മൾ ഇല്ലാതാക്കേണ്ട ഒരു സമയമാണ്. നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കേണ്ട സമയമാണ്. ഈ സുവിശേഷത്തിൽ തന്നെ യേശുനാഥൻ പറയുന്ന 2 ഉദാഹരണങ്ങൾ. ഒന്ന്, നാമാനും അഹങ്കാരം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അവൻ അഹങ്കാരം ഉപേക്ഷിച്ച് ദൈവത്തെ അനുസരിച്ചപ്പോൾ അവന് സൗഖ്യം പ്രാപിച്ചു. ഈ വിധവയാകട്ടെ തനിക്കുണ്ടായിരുന്ന ആഹാരത്തിൻ്റെ ഒരു മിച്ചം, അവൾക്കത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവസാനം. അതുപോലും അവൾ ഈ പ്രവാചകൻ പറയുന്നത് കേട്ട് പ്രവാചകൻ നൽകിയപ്പോൾ അവളും അനുഗ്രഹിക്കപ്പെടുക. അപ്പോൾ ദൈവ അനുസരണം, ദൈവവചനത്തെ അനുസരിക്കുമ്പോഴാണ് ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. ഇത് അതിനുള്ളൊരു സമയമാണ്. അനുസരണം വരുന്നത് എളിമയിൽ നിന്നാണ്. ഞാൻ എൻ്റെ അഹങ്കാരം മാറ്റി എൻ്റെ ദൈവത്തിന് ഞാൻ എളിമപ്പെടുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവത്തെ അനുസരിക്കാൻ പറ്റും. ഈ തപസ്സുകാലം എന്നോട് ആവശ്യപ്പെടുന്നത് ഈ അനുസരണത്തെക്കുറിച്ചാണ്. ദൈവത്തെ കൂടുതൽ പൂർണ്ണമായി അനുസരിക്കാൻ, അവനിൽ പൂർണ്ണമായി ശരണപ്പെടാൻ, എൻ്റെ അഹങ്കാരത്തിന് മുന്നേക്ക് ഒടിച്ചു കളഞ്ഞ് ഈ തപസ്സുകാലത്ത് ഞാൻ കൂടുതൽ എളിമപ്പെട്ട് ദൈവവചനത്തിന് എന്നെ തന്നെ ആ ദൈവവചനത്തിന് അനുസരിച്ച് പ്രത്യുത്തരിക്കാൻ എന്നെ തന്നെ ഞാൻ ഒരുക്കുന്ന സമയമാണ്. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിനെ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.